ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. അമ്മ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പയറൊക്കെ ഇങ്ങനെ വറുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ വറുത്ത് ഇതുപോലെ പൊടിച്ചൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കലങ്ങളും എല്ലാം അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ ആണല്ലോ പൊങ്കാല, അപ്പോൾ തലേ ദിവസം തന്നെ ഇതുപോലെ പയറൊക്കെ വറുത്ത് പോളാം ഇങ്ങനെ എല്ലാം റെഡിയാക്കി വയ്ക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ വെളുപ്പിന് 4 മണി കഴിഞ്ഞപ്പോഴേ അമ്മ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയുടെ പിറകെ എണീച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു വേറെ ജോലിയൊന്നുമില്ല, പോയി കിടന്ന് ഉറങ്ങിക്കോളെ. അങ്ങനെ ഞാനൊരു 6 മണിയായപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ അച്ഛൻ ദാ ഇവിടെ ഇരുന്ന് അമ്മയ്ക്ക് തേങ്ങയൊക്കെ തിരുവി കൊടുത്ത് സഹായിക്കുന്നതാണ് കേട്ടോ ഞാൻ കണ്ടത്. അങ്ങനെ അമ്മ തേങ്ങ അച്ഛൻ തിരുവിയതൊക്കെ അമ്മ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ വിളക്കിലൊക്കെ അമ്മ ഇതുപോലെ ചന്ദനവും കുങ്കുമവും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറു പോലെയൊക്കെ തൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ പൊങ്കാല കലം ഉണ്ടല്ലോ, പൊങ്കാല കലത്തിലും അമ്മ ഇതുപോലെ തന്നെ എല്ലാം ചന്ദനമൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പടുക്കയ്ക്ക് വയ്ക്കുന്ന കരിക്കാണ് കേട്ടോ. അതിലും ഇങ്ങനെ ചന്ദനം പൂശുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കുറച്ച് മാലയൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു മാല വന്നിട്ട് ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് കേട്ടോ. ഇത് വാങ്ങിച്ചു വയ്ക്കുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തൊരു മംഗള ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതായിരുന്നു, ഒരു ഓണം സെലിബ്രേഷന് വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇവിടെ നമ്മളുടെ വീട്ടിൻ്റെ നടുമുറ്റത്താണ് കേട്ടോ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടതാണ്, എന്നാലും അച്ഛൻ ഒന്നും കൂടെ ഓസൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവിടെയൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. പിന്നെ അമ്മയുടെ കൈ ഇരിക്കുന്നത് മഞ്ഞ കലക്കിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശുദ്ധി വരാൻ വേണ്ടി നമ്മൾ ആ ഒരു മഞ്ഞ കലക്കിയ വെള്ളവും കൂടെ അമ്മ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ പോയി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ച് ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ദാ ഇവിടെ അടുപ്പെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഇഷ്ടികയൊക്കെ ഇങ്ങനെ അമ്മ കറക്റ്റ് അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമ്മൾ ചാണകം ഒഴുകിയിട്ടുണ്ട്. ഇവിടെയാണ് പടുക്ക ഇടുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഇതാ പൊങ്കാല സാരിയൊക്കെ ഉടുത്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി അടുപ്പ് കൂട്ടിയ ഈ ഒരു അതിലും നമ്മൾ ഇങ്ങനെ ചന്ദനമൊക്കെ ഇതാ ഇതുപോലെ പൂശി കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ പടുക്കയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാധനവും ഇങ്ങനെ എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് അമ്മ ചന്ദനമൊക്കെ എടുത്ത് ഇടുകയാണ് കേട്ടോ. പിന്നെ അമ്മ എനിക്കും ചന്ദനം തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളും ചന്ദനമൊക്കെ തൊട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ടൈമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 9:30 കഴിഞ്ഞപ്പോഴേ അമ്മ പടുക്ക ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അമ്മ ഫസ്റ്റ് വാഴയിൽ വെച്ചു, അതിൽ ഗണപതിയെ സങ്കല്പിച്ച് ചാണകം വെച്ചു, നിലവിളക്ക് വെച്ചു. പിന്നെ ചാണകത്തിൽ കുറച്ച് പൂവൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൊരിയുണ്ടല്ലോ, പൊരിയും അവിലൊക്കെ ഒന്ന് ആ ഒരു പറ ഒരുക്കാൻ വേണ്ടി ഈ ഒരു വാഴയിലയിൽ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പഴം വച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരിയും അതുപോലെ തന്നെ ഇതായി കൽക്കണ്ടമൊക്കെ വെച്ച് കൊടുത്ത്, അതുപോലെ തന്നെ കരിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെറ്റയും പാക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കിണ്ടിയിൽ വെള്ളം നിറച്ചു, പിന്നെ ഒരു കഷ്ണം ശർക്കരയും വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ കിണ്ടിയിലും ഈ ഒരു പടുക്കയ്ക്കും ചുറ്റായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി. പിന്നെ നമ്മളുടെ ആറ്റുകാൽ അമ്മച്ചിയുടെ ഫോട്ടോ വെച്ച് അതിൽ ചന്ദനം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പടുക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആ ടൈം കൊണ്ട് അമ്മ പോയി നമ്മുടെ മണ്ടപ്പുറ്റിനും തെരളി അപ്പത്തിനുള്ളയൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയെല്ലാം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പം അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ തെരളി അപ്പത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് കേട്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് മണ്ടപ്പുറ്റിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ഈ മാവൊക്കെ കുഴയ്ക്കുന്നത്. ഇതൊക്കെ നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ മുന്നേ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ റെഡിയാക്കി വയ്ക്കും കേട്ടോ. ഈ തെരളി മാവൊക്കെ തെരളിയിലൊക്കെ കുരുത്ത് മണ്ടപ്പുറ്റൊക്കെ ഉരുട്ടിയൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കും കേട്ടോ.
പിന്നെ ഞാൻ ലളിത സഹസ്രനാമവും കൂടെ ഫോണിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫോണിൽ ലൈവ് ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയുടെ സംഭവം വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയവും കാര്യങ്ങളും ലൈവ് കാണുന്നതുകൊണ്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അമ്മ ദാ ഇവിടെ തെരളി ഇലയിലൊക്കെ ഇങ്ങനെ തെരളിയൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇലയിൽ ഇതുപോലെ മാവ് ഉരുട്ടി വച്ചതിന് ശേഷം ഈർക്കില്ല് കൊരുത്ത് ഈ ഒരു ഇഡലി കുറ്റത്തിനകത്ത് നമ്മൾ വയ്ക്കും കേട്ടോ. ചിലവർക്കെങ്കിലും ഇത് അറിഞ്ഞൂടെ ആയിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ തെരളി ഇലയിൽ തെരളിയൊക്കെ കോർക്കുന്നത്. അങ്ങനെ അമ്മ ഓരോ തെരളിയപ്പം ഇങ്ങനെ കോർത്തൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിന് തെരളിയപ്പം എന്ന് മാത്രമല്ല കുമ്പളപ്പം എന്നും പറയാറുണ്ട് കേട്ടോ. ചിലവർക്ക് ഞാൻ തെരളിയപ്പം എന്ന് പറയുമ്പോൾ മനസ്സിലാവും. നമ്മളൊക്കെ ഇവിടെ തെരളിയപ്പം എന്നാ പറയണേ, കാരണം തെരളി ഇലയിലാണ് ഈ ഒരു മാവ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തെരളിയപ്പം എന്നാ പറയുന്നത് കേട്ടോ. പിന്നെ കുമ്പിളപ്പം എന്ന് പറയുന്നത് ഇത് കുമ്പിളിന്റെ ആകൃതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കുമ്പിളപ്പം എന്നും പറയാറുണ്ട്. പിന്നെ ഈ ഒരു തെരളിയപ്പത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തവണ നടത്തുന്ന പൊങ്കാലയാണല്ലോ. എല്ലാവരും ആ ഒരു കൊല്ലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ മാർച്ച് ആകുമ്പോഴേ എല്ലാവർക്കും മനസ്സിൽ ഓടി വരുന്നത് ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയാണല്ലോ. പിന്നെ നമ്മളൊരു 9:40 കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ പോച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 9:45 പണ്ടാര അടുപ്പിൽ ഇങ്ങനെ തീ കൊളുത്തുന്നത്. അപ്പം നമ്മളിവിടെ പടുക്കയൊക്കെ ഒന്ന് നിലവിളക്ക് കത്തിച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പടുക്കയിൽ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം അമ്മ ഈ ഒരു കലത്തിനെ ഈ ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്കിങ്ങനെ പൊങ്കാലിടാൻ സമയമായിട്ട് വരുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 9:40 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 9:45 പണ്ടാര അടുപ്പിൽ തീ കൊളുത്തി അങ്ങനെ നമ്മൾ നിലവിളക്കുന്നതാ നമ്മളുടെ അടുപ്പിലേക്ക് തീ പകർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കലത്തിലെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അമ്മ ദേവിയെ സങ്കല്പിച്ച് അരിയൊക്കെ കലത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പൊങ്കാലയൊക്കെ ഇതാ ഇവിടെ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ഏലക്കയൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അതിന് ശേഷം നമ്മളിങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കും. പായസത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ശർക്കര, ഏലക്ക, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ പഴവും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് സാധാരണ പഴം ഇഷ്ടമില്ല, പക്ഷെ പായസത്തിലിടുന്ന പഴം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ ശരിക്കും പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഴമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇത് റെഡിയായി വരുന്ന ടൈമിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് അമ്മ തെരളി അപ്പമൊക്കെ അടുത്തത് വയ്ക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡിയായി. അമ്മ പായസത്തിൽ കുറച്ചിരുന്ന് നെയ്യും കൂടെ ഒഴിച്ച് പായസത്തിന് അങ്ങ് വാങ്ങി വെച്ചതിന് ശേഷം തെരളി അപ്പവും കൂടെ അടുപ്പിൽ വയ്ക്കുകയാണ് കേട്ടോ. അമ്മ തെരളി
തെരളിയപ്പം നേരത്തെ കൊരുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെരളിയപ്പം നമ്മളിവിടെ അടുപ്പി വെച്ചിട്ട് അത് വേകുന്ന ടൈം ഇനിയും ഉണ്ടല്ലോ. ആ സമയത്ത് അമ്മ മണ്ടപ്പുറ്റിന് വേണ്ടി എല്ലാം ഒതുക്കുകയാണ് കേട്ടോ. മണ്ടപ്പുറ്റിന് മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാവിലിങ്ങനെ ഉണ്ട ഉരുട്ടി കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കും കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ തലവേദന അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ അവരുടെ പേരും നാളും മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ണും മൂക്കും ഈ ഒരു മണ്ടപ്പൊറ്റിനെ ഉരുട്ടിയിട്ട് അതിൽ കണ്ണും മൂക്കും കൂടെ വച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അസുഖമൊന്നും മാത്രമല്ല, നമുക്ക് വീട്ടിലുള്ളവരെല്ലാവരെയും സങ്കല്പിച്ച് ഓരോ ഉരുളെ ഓരോരുത്തരുടെ പേരും നാളും മനസ്സിൽ വിചാരിച്ച് അവർക്കൊന്നും വരുത്തരുതെന്നും പറഞ്ഞ് കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ വച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് തെരളിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിനെ മാറ്റിയിട്ട് അടുത്ത സെറ്റ് കുറച്ചും കൂടെ വേവിക്കാൻ തെരളിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തെരളിയപ്പവും മണ്ടപ്പറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അമ്മ രാവിലെ മോരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് അതിൽ നിന്ന് മോരൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് സത്യം തന്നെ ആക്ച്വൽ അവിടെ ചെന്ന് പൊങ്കാല ഇടുന്ന ഫീലായിരുന്നു കേട്ടോ. വീട്ടിൽ പൊങ്കാല ഇടുന്ന യാതൊരു ഫീലും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ലൈവ് ആക്ച്വൽ അമ്മച്ചിയുടെ ഇത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടുത്തെ അനൗൺസ്മെൻറ്റും എല്ലാം കേൾക്കാം. ഇതുപോലെ മോരൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന ടൈമൊക്കെ എനിക്ക് അവിടെ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയായാലും പൊങ്കാല കഴിയുന്നവരെ അത് ഈ വെളിയിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു 1:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചമ്മന്തി, സാലഡും ഇഞ്ചിയും നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി എൻ്റെ ഫുഡ് അടി കഴിഞ്ഞു. അമ്മയൊന്നും കഴിച്ചിട്ടില്ല. അമ്മ നേദിക്കാതെ കഴിക്കത്തില്ല കേട്ടോ. ചീര ഉണ്ടായിരുന്നു, ഞാൻ ചീര എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ 2:15 കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ പൊങ്കാല നേദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈവ് ന്യൂസൊക്കെ കണ്ട് അവിടെ നേദിച്ച ടൈമിൽ തന്നെ നമ്മളും ഇവിടെ നേദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ പൊങ്കാലയെല്ലാം നേദിച്ചു. അങ്ങനെ നമ്മളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ പൊങ്കാല ഇവിടെ കഴിയാണ് കേട്ടോ. അങ്ങനെ മംഗളായിട്ട് തന്നെ നമ്മളുടെ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ ചൂട നിലവിളക്കി കത്തിച്ചതിന് ശേഷം ആരതിയൊക്കെ ഇങ്ങനെ ഒഴിയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത കൊല്ലം പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ നാളുകളാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ളത്. അപ്പം ഈ വർഷത്തെ ഈ കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല അങ്ങനെ അടിച്ച് പൊളിച്ചായിരുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളെല്ലാം നേർന്നുകൊണ്ട് നമ്മളുടെ ആറ്റുകാൽ പൊങ്കാല ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അപ്പം അമ്മ ഈ ആരതി ഒഴിഞ്ഞതൊക്കെ നമുക്കും കൂടെ തൊഴുവാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ പൊങ്കാല പടുക്കയൊക്കെ ഒന്ന് അനക്കി കൊടുക്കും കേട്ടോ. കാരണം പൊങ്കാല ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ അത് എടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം അനക്കി കൊടുക്കും. ഈ പൊങ്കാലയും പടുക്കയും പിന്നെ നമ്മൾ രാവിലെ കത്തിച്ച് വെച്ച് നിലവിളക്കും അണയ്ക്കും കേട്ടോ. അങ്ങനെ പിന്നെ പൊങ്കാലയുടെ പടുക്കെല്ലാം അകത്തോട്ട് എടുത്ത് വെച്ചൊക്കെയാണ്. പിന്നെ അമ്മ എനിക്കുള്ള പായസവും ഇതൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വലിയ പായസ ഫാനൊന്നും അല്ല കേട്ടോ. പിന്നെ പായസത്തിൽ കിടക്കുന്ന പഴം കഴിക്കാറുണ്ട്. തെരളിയപ്പവും മണ്ടപ്പുറ്റും ചിലതായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആ വ്യക്തി എൻ്റെ സഹോദരനാണ് കേട്ടോ. ഞാൻ സഹോദരനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചേട്ടനാണ് ഈ മണ്ടപ്പുറ്റ്, തെരളിയപ്പം, പായസത്തിൻ്റെ കൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്. അങ്ങനെ പായസത്തിൽ പഴമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എടുത്ത് മൊത്തം കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ പായസത്തിൽ കിടക്കുന്ന പഴവും ഒരു ശകലം പായസവും മണ്ടപ്പുറ്റും തെരളിയപ്പവും മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ പൊങ്കാല പ്രസാദങ്ങൾ കൊടുക്കണമല്ലോ. അങ്ങനെ അമ്മ അടുത്തുള്ളവർക്കൊക്കെ പൊങ്കാല പ്രസാദങ്ങൾ കൊടുത്ത് നമ്മളവിടെ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റിക്കും കൂടെ അമ്മ പ്രസാദം കൊണ്ട് പോകുന്നതാണ്. പിന്നെ അച്ഛൻ ചേച്ചിയുടെ വീട്ടിലൊക്കെ കൊണ്ടുകൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊങ്കാല ഇടാത്ത വീട്ടിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പൊങ്കാല പ്രസാദങ്ങൾ കിട്ടുന്നത്. കാരണം എല്ലായിടത്തു നിന്നും കിട്ടുമല്ലോ. ഇതിനിടയ്ക്ക് അനീഷേണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അനീഷേണും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രാത്രി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആസ് യൂഷ്വൽ ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയാണ്. പിന്നെ വ്രതം മുറിക്കാൻ വേണ്ടി മുട്ടയും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഈ ബാക്കി വന്ന തിരളിയപ്പമൊക്കെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കും കേട്ടോ, അല്ലെങ്കിൽ ചളിച്ചു പോകത്തില്ലയോ. നമുക്ക് ഈ ഒരു പാത്രം കാണുമ്പോൾ അനീഷേൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. അമ്മ ഈ പാത്രം എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മളുടെ ഈ പാലുകാച്ചിന് അനീഷേൻ്റെ അമ്മ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 4-5 സെറ്റ് ഉണ്ട് കേട്ടോ, വലുതും ചെറുതുമായിട്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രം എടുക്കുമ്പോഴെപ്പോഴും അനീഷേൻ്റെ അമ്മയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മളുടെ പൊങ്കാല വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്ത വർഷവും പൊങ്കാല ഇടാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പൊങ്കാല വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി പൊങ്കാല വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാണ്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ.